അങ്ങനെ നമ്മുടെ മീൻകാരനോട് വറ്റമീൻ എന്താണെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. വീട്ടിൽ വരുന്ന 2 സൈക്കിളെ കൊണ്ടുവരുന്ന MIT കൊണ്ടുവരുന്ന മീൻകാരുണ്ട്. അവരുടെ കയ്യിൽ എപ്പോഴും മത്തി അയലയും ചെറിയ നങ്കും അങ്ങനെയൊക്കെ കാണുള്ളൂ. അതൊക്കെ മടുത്തു. അപ്പം വറ്റമീൻ ഇവിടെ ഈ മംഗലാപുരത്ത് എന്നതാണെന്നും അറിയത്തില്ല. ഞാൻ ഫോട്ടോ പിന്നെ ഗൂഗിളിൽ നിന്ന് എടുത്ത് എനിക്കൊരു ഇവിടെ 1 കിലോമീറ്റർ അപ്പുറം ഒരു ഷോപ്പിൽ നിന്ന് കൊണ്ട് തരുമെന്ന് പറഞ്ഞില്ല മീൻ. ഇപ്പം ഓൺലൈനിൽ നിന്ന് ഞാൻ ഗൂഗിളിൽ നിന്ന് നമ്പറൊക്കെ സെർച്ച് ചെയ്തെടുത്ത് അങ്ങനെ എനിക്കൊരു ഷോപ്പ് പരിചയപ്പെട്ട് ഇപ്പോൾ അവിടെ നിന്ന് മീൻ മേടിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർക്ക് ഞാൻ അവിടുത്തെ വീഡിയോ ഗ്രൂപ്പിലിടും, രാവിലെ ഇടും. അപ്പം പക്ഷേ എനിക്കതൊന്നും ഇഷ്ടപ്പെടത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ എനിക്കങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മത്തി, അയല, കൊഴുവ, കിളിമീൻ ഇതൊക്കെ ഇഷ്ടം. പക്ഷെ ഇവിടെ അത് പിന്നെ ഭയങ്കര വില കൂടുതൽ. അപ്പോൾ ഞാൻ ഓർത്തു അതിലും ഭേദം വലിയ മീൻ മേടിക്കുന്നതല്ല. അപ്പോൾ ഇവിടെ കേരയില്ല, ചൂരയുണ്ട്. പിന്നെ ചൂര സുലഭമൊന്നുമല്ല, പറഞ്ഞാൽ കൊണ്ടുവയ്ക്കും. കടയിൽ ഇങ്ങനെ ചൂര വെച്ചേക്കുന്നത് ഫോട്ടോ വീഡിയോക്കകത്ത് ഞാൻ കാണാറില്ല. കേര കാണാറില്ല, വറ്റ കാണാറില്ല. നമ്മുടെ വലിയ മീനൊന്നും, നന്മീൻ കാണും, വേറെ ഒന്നും കാണാഞ്ചിയോ മോദി അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ശക്കല ഇതുപോലത്തെ വറ്റ വല്ലോ 1/2 കിലോ മേടിച്ച് കറി വെച്ച് വെച്ചാൽ അത് ഒരു ആഴ്ചത്തേക്ക് എനിക്കത് മതി. 1/2 കിലോ മതി. 5-6 കഷ്ണം ഓരോ ദിവസം ഓരോന്നും ഇത് വറുത്തും കൊടുക്കാനുള്ളതുകൊണ്ട് ഈ 1/2 കിലോയ്ക്കകത്തൊന്ന് ഞാൻ പിശുക്കി വെക്കും. 1/2 കിലോ 20 കഷ്ണമുണ്ട്. അപ്പോൾ അയാളോട് ഞാൻ ഇന്നലെ എനിക്ക് ലിസ്റ്റ് ഇട്ടിട്ട് മീൻ എന്നാ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും വേണ്ട, ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, വറ്റ ഉണ്ടെങ്കിൽ കൊണ്ടുവരും. അപ്പോൾ വറ്റ എന്നാന്ന് അറിയത്തില്ല. പിന്നെ ഞാനത് ഗൂഗിളിൽ അടിച്ച് നോക്കി. പിന്നെ അപ്പം ട്രേവള്ളി എന്ന് വെച്ചാൽ TREVALLY, അത് പ്രൊനൗൺസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. TREVALLY. ഇവിടെ എല്ലാം വള്ളിയും ഹള്ളിയൊക്കെ ആണല്ലോ. എനിവേ ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചു. ട്രെവള്ളി എങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത് ഞാനത് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുത്തു. അപ്പം ഫോട്ടോയും വറ്റയുടെ ഗൂഗിളിൽ നിന്ന് അയച്ചു കൊടുത്തു. അപ്പോൾ അയാൾ മീൻ എടുക്കാൻ പോയെടുത്ത് ഹാർബറാണോ എവിടെയാണോ പോയെടുത്തുനിന്ന് വെളുപ്പിനെയല്ല രാവിലെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വറ്റയുണ്ട്, 1 400 ഉണ്ട്, 2 700 ഉണ്ട്, 3 200 ഉണ്ട്. ഞാൻ പറഞ്ഞു 3 200 അകത്ത് നിന്ന് മിഡിൽ പീസ് എനിക്കൊരു 1 കിലോ മതി. കാരണം 1/2 കിലോ മതിയെങ്കിൽ ഇയാൾ അങ്ങ് പോയി നമുക്ക് വേണ്ടി വറ്റ ഒപ്പിച്ചുകൊണ്ട് വരുമ്പോൾ ഇയാൾ തെറി വിളിക്കുകയല്ലേ. പിന്നെ നമ്മൾക്ക് 1/2 കിലോ മതി എന്ന് പറയും. ഞാൻ ഓർത്ത് 1 കിലോ ഇരിക്കട്ടെ, കുറച്ച് കറിയും വെക്കാം, കുറച്ച് അരച്ച് വെട്ടി വെക്കാം, ഒരു 2 ആഴ്ചത്തേക്ക് മതി എന്നൊക്കെ വിചാരിച്ച് ഞാൻ പറഞ്ഞു എന്നാൽ 1 കിലോ മിഡിൽ പീസ് 3 200 ആ വറ്റയിൽ നിന്ന് തരാൻ. അപ്പോൾ അയാൾ കടയിലോട്ട് എടുത്ത് വെക്കുന്നില്ല വറ്റ. കാരണം ഇവിടെ ഉള്ളവർക്ക് അത് അറിയത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പം എനിക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ടൊരു മീനേ പറ്റുള്ളൂ. അപ്പോൾ 3 200 എനിക്ക് വേണ്ടത്, കല്യാണമൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ 1 400 ഏറ്റവും ചെറുത് പറഞ്ഞു. എന്നാൽ അത് എടുത്തു. വില എന്നാന്ന് ചോദിച്ചപ്പം 590 കിലോയ്ക്ക്. നമ്മുടെ നാട്ടിൽ ഞാൻ പോരുന്നവരെയും വറ്റ വാങ്ങിച്ചപ്പം 790 850 അങ്ങനെ വരെയും ഞാൻ വാങ്ങിച്ചായിരുന്നു സെപ്റ്റംബർ മാസത്തിലൊക്കെ വറ്റ വാങ്ങിച്ചപ്പം. അപ്പം മണർകാട് നിന്ന് വാങ്ങിച്ചപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കൊണ്ടുവരാം, 590 ആണെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ 590 വെച്ച് 1 400 മീൻ, ഫുൾ മീൻ വെട്ടി വൃത്തിയാക്കി. ഞാൻ പറഞ്ഞു വാല് മുറിച്ച് കളയുന്നതല്ലാതെ വേറെ ഒന്നും കളയില്ല, മൊത്തം തലയും എല്ലാം ഇങ്ങനെ തരണമെന്ന് പറഞ്ഞേക്കാൽ ഇത് ഇതുണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അയാൾ വാല് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ തോന്നുന്നു. 1 400 ഉണ്ട്. ഞാനിപ്പം പൊക്കത്താണ് ഞങ്ങളുടെ ഇതിരിക്കുന്നത്, നമ്മളുടെ വെയിങ് മെഷീൻ ഇരിക്കുന്നത് കണ്ട് പൊതിഞ്ഞ് പൊക്കത്ത് വെച്ചിരിക്കുക. അതെനിക്ക് എത്തത്തില്ല, ഞാൻ ഇവിടെങ്ങാനും കയറിയാൻ വീണെങ്കിലും, അതുകൊണ്ട് തൂക്കുന്നില്ല. എനിവേ ഇത് കാണുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ അതെടുത്തും തൂക്കിയാൽ എനിക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. 1 400 798 രൂപ കണ്ടോ. ഇതാണ് മംഗലാപുരത്തുള്ളവർക്ക് നമ്പരും അഡ്രസ്സും വേണമെങ്കിൽ ഇതാ മഞ്ജുനാഥ് ടവേഴ്സ്, ഓപ്പോസിറ്റ് കാഞ്ചന ഹുണ്ടായി ഷോറൂം, നിയർ സിറ്റി ഹോസ്പിറ്റൽ, മള്ളിക്കട്ടെ, കദ്രി, മാംഗ്ലൂർ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ അഡ്രസ്സ്. വേണമെങ്കിൽ ഇത് എഴുതിയെടുത്തോ. അപ്പോൾ ഇതെനിക്ക് ഇനിയിപ്പം സൂക്ഷിച്ച് എനിക്ക് വേണമെങ്കിൽ 1 മാസം ഉപയോഗിക്കാം. തലയെടുത്തൊരു കറി, മണയെടുത്തൊരു ഇച്ചിരി ഒരു 8-10 കഷ്ണം എടുത്തൊരു കറി, വറക്കാൻ കൊച്ചിന് ദശ അരച്ചു വെട്ടുക, കുറേശ്ശെ എടുത്ത് ഇച്ചിരി എടുത്ത് ഒരു ദിവസം ഫ്രഷ് ആയിട്ട് വെക്കി ചൂടാക്കി വെറും എടുക്കാം. പണ്ടൊക്കെ ആയിരുന്നു കറി വെച്ച ഒരാഴ്ച ഇരുന്നത് പിന്നെ അതിൻ്റെ ചട്ടിക്കകത്ത് പഴങ്ങഞ്ഞി കുടിച്ചു. ഇപ്പം അങ്ങനെയൊന്നും അല്ല, ഇപ്പം പുളി അരിക്കുക. മുളക് പിന്നെ ഞാനിവിടെ പൊടിപ്പിക്കുന്ന ഉണക്കി പൊടിപ്പിക്കുന്ന എല്ലാം ആയതുകൊണ്ട് മുളകിനൊന്നും കുഴപ്പമില്ല. പക്ഷെ കുടംപൊടി കിട്ടുന്ന അത്ര പോരാ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ അത്ര പോരാ. കുടംപൊടിയും മുളക് പൊടിയും ശരിയല്ലെങ്കിൽ മീൻ ഒരു രുചിയില്ല. അപ്പോൾ എനിവേ ഞാനിത് പാക്ക് ചെയ്ത് വെക്കട്ടെ. ആരെന്നുള്ള എല്ലാം ഓക്കെ ആയിട്ടിരിക്കുക. എല്ലാ കാര്യവും കഴിഞ്ഞിട്ടാണ് മീനിൻ്റെ കാര്യത്തിന്. ഇപ്പം മീൻ വന്നതേ ഉള്ളൂ, താമസിച്ചു. അപ്പോൾ ഞാൻ ഇനി ഇതെല്ലാം 5-6 എണ്ണവന് വറക്കാൻ അരച്ച് വെട്ടിയിട്ട് ബാക്കിയൊക്കെ എടുത്ത് ഓരോരോ കുഞ്ഞു പാത്രത്തിലാക്കി വെക്കട്ടെ, അല്ലെങ്കിൽ എല്ലാം കൂടെ പുറത്തെടുക്കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓരോ വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പം നമ്മുടെ ക്രിസ്മസിന് ആദ്യം പിന്നെ പറയാം. ഓക്കെ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണില്ല കേട്ടോ. ഓക്കെ, ലൈക്കൊക്കെ ചെയ്യണം, കമൻറ്റൊക്കെ ഒരു ലവ് ഹാർട്ട് എൻ്റെ ഒരു പിക്ചർ കൊടുത്താലും മതി കേട്ടോ. ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ, ഗോഡ് ബ്ലസ് യു. ഈ പ്ലാസ്റ്റിക് പാത്രം ഞങ്ങളുടെ വേസ്റ്റ് ഇടുന്ന ട്രേ ആണ്. 66 ഉണ്ട്. 1 400 മേടിച്ച് വറ്റ. 1 200 ഒരു 30 കുറവ്, 33 കുറവ്. 1 200 വെച്ചോ, 4 200 ഗ്രാമേ കുറവ് വന്നുള്ളൂ. 1 400 വറ്റിയായിരുന്നു. അത് അടിപൊളി. ഓക്കെ, നോ പ്രോബ്ലം. ഫ്രഷ് വറ്റിയ കേട്ടോ. ഞാൻ മണത്തൊക്കെ നോക്കി, നല്ല ഫ്രഷാണ്.